ഇപ്പൊ കണ്ടില്ലേ, ഇത് സാധാരണ കല്ലാണ്. ഈ കല്ല് ഇതിലിട്ടേ പിന്നെ ഒന്നുണ്ടോ? ഉമ്മളയാണ് അധികം വരുന്നത്. ഇനി ഈ കല്ലിന്റെ പകരം ഈ കല്ലെടുത്തിട്ട് ഇവിടെ വെച്ചാൽ ഇതാ, ഈ രണ്ട് നമുക്ക് വെച്ച് നോക്കാം. ഒന്ന് താഴെത്തി, ഇത് താഴെത്തി, ഇത് മേലെയും. എന്താ ഇത് എത്ര താഴ്ത്താലും കണ്ടാ മുകളിലേക്ക് വരുന്നില്ല. ഈ കല്ലിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ശ്രീരാമൻ പാലം കെട്ടിയ, ശ്രീലങ്കയിലേക്ക് പാലം കെട്ടിയ ഒരു കല്ലാണിത്. രാമസേതു എന്നാണ് ഇതിന്റെ പേര്. ഈ കല്ല് കൊണ്ടാണ് ശ്രീരാമൻ ശ്രീലങ്കയിലേക്ക് കടലിലെ കൂടെ നടന്നു പോയത്. ഈ കല്ലിന്റെ മുകളിലെ കൂടെയാണ്. നിനക്കറിയോ, ഇത് ഹനുമാനും പിന്നെ വാനരന്മാരും കൂടി ശ്രീരാമനും എല്ലാരും കൂടിയിട്ടുള്ള ഉണ്ടാക്കിയ ഒരു കല്ലാണിത്. ഈ കല്ല് വെള്ളത്തിൽ ഇട്ടാൽ പൊന്തിക്കുകയും ഇതിന്റെ മുകളിലെ കൂടിയാണ് ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും എല്ലാരും കൂടി സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി പോയത് ശ്രീലങ്കയിലേക്ക്. അപ്പോൾ ഈ കല്ല് ഒരു മാന്ത്രിക കല്ലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അശോകേട്ടാ, ഈ ചില കടയിൽ പോയാ ഇങ്ങനത്തെ ഒരു കല്ല് ഉണ്ട്, പക്ഷെ അവര് ടെസ്റ്റ് ചെയ്യാൻ തരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയി ടെസ്റ്റ് ചെയ്തു, അതിങ്ങനെ താഴ്ന്നു നിൽക്കുന്നു. അതെന്തേ? അത് അവര് ഉണ്ടാക്കിയ കല്ല് വ്യാജക്കല്ലാണ്. അതുകൊണ്ടാണ് അവര് ഇങ്ങനെ പൊന്താത്ത കല്ല്, പൊന്തുന്ന കല്ല് എന്ന് പറഞ്ഞിട്ട് പൊന്താത്ത കല്ല് തരുന്നത്. അവർക്കറിയില്ല ഇത് പൊന്തുന്ന കല്ല് ഏതാന്ന് പൊന്താത്ത കല്ല് ഏതാന്ന് ഒന്നും അവർക്കറിയില്ല. അവരിങ്ങനെ പറയും, അത് നമ്മൾ മേടിക്കും. അത് നമ്മളെ തെറ്റാണ്. ഇപ്പൊ നീ ടെസ്റ്റ് ചെയ്തല്ലോ, ഇപ്പൊ എന്റെ കടയിൽ നിന്ന് തന്നെ. ഇപ്പൊ നിനക്ക് മനസ്സിലായി ഇതെന്നാണ് വെള്ളത്തിലിട്ട പൊന്തുന്ന കല്ല് ശ്രീരാമന്റെ കല്ലാണ്. അപ്പോൾ ഇത് ഒരു മാന്ത്രിക കല്ലാണ്. നോക്കൂ, അപ്പൊ ഈ കല്ല് എനക്കും നിനക്കും ഒരു ഭാഗ്യമാണ്. അപ്പൊ ഞാൻ നിനക്ക് തരുന്നു പൈസ, പിന്നെ നീ എനിക്ക് തന്നാ മതി. പൈസ ഇല്ലെങ്കിൽ